ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്രിഫ്കോയെ കുറിച്ചാണ്. ഓൾറെഡി ഇഫ്കോയുടെ നമ്മളൊരു സെഷൻ കണ്ടക്ട് ചെയ്തതാണ്. അപ്പം ഇന്ന് നമ്മൾ എടുക്കുന്ന ഏരിയ ക്രിഫ്കോ. ക്രിഫ്കോ എന്ന് പറയുന്ന ആ ഒരു കോപ്പറേറ്റീവ് മേഖലയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഓർഗനൈസേഷൻ. ഇഫ്കോ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന യൂറിയ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഫെർട്ടിലൈസർ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഓർഗനൈസേഷൻ ആണ് ഇത് ക്രിഫ്കോ. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് എന്താണ് ക്രിഫ്കോ? KRIBHCO, ക്രിഫ്കോ എന്ന് വെച്ചാൽ എന്താണ് നോക്കിക്കേ. കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ്. എന്താണ് കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ്? കൃഷക് ഭാരതി, കൃഷക് KRISHK, കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ്. അതിന്റെ അബ്രീവിയേഷൻ ആണ് ഇത് ക്രിഫ്കോ എന്ന് പറയുന്നത്. ക്രിഫ്കോ, കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഓക്കെ, എന്താണ് ക്രിഫ്കോ അല്ലെങ്കിൽ ക്രിഫ്കോ എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എ പ്രീമിയർ നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫ് ഇന്ത്യ എൻഗേജ്ഡ് ഇൻ ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നോക്കിക്കേ, ഏത് മേഖലയാണ് ഇവരുടെ മെയിൻ? ഫെർട്ടിലൈസർ ഉൽപാദനം, ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. മെയിൻ ആയിട്ട് ക്രിഫ്കോയുടെ മേഖല, ക്രിഫ്കോ എൻഗേജ് ചെയ്യുന്ന മേഖല ഏതാണ്? ഫെർട്ടിലൈസർ പ്രൊഡക്ഷനും അതിന്റെ ഡിസ്ട്രിബ്യൂഷനാണ്. അതിൽ പ്രധാനമായിട്ടും ഏതാണ്? യൂറിയയാണ്. യൂറിയ ഉൽപാദനമാണ്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ക്രിഫ്കോ എൻഗേജ്ഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട മേഖല. അപ്പൊ എന്താണ്? ഇതൊരു നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആണ്. സൊസൈറ്റി എന്നതിനേക്കാൾ ഉപരി എന്താണ്? ഇതൊരു നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആണ്. ദെൻ ഏത് മേഖലയില്, ഏതുമായിട്ട് ബന്ധപ്പെട്ട്? ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് എൻഗേജ്ഡ് ആയിട്ടുള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ ആണ് ഏത്? ക്രിഫ്കോ. പ്രധാനമായിട്ടും അവർ ഏത് മേഖലയില്? യൂറിയ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലയിലാണ് ഇവർ എൻഗേജ്ഡ് ആയിട്ടുള്ളത്. ഏതാണ്? ക്രിഫ്കോ. ഓക്കെ, ദെൻ അടുത്ത് പറയുന്നുണ്ട് രജിസ്റ്റേർഡ് അണ്ടർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. ഇതാണ് രജിസ്റ്റേർഡ് അണ്ടർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും പ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, പൊതുവെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് അവര് ഏത് വർഷമാണോ ഫോം ചെയ്തിട്ടുള്ളത് ആ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ വർഷങ്ങളിൽ നിലവിലുള്ള നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് വരുന്ന ആക്ട് ഭേദഗതി അനുസരിച്ച് അവരുടെ രജിസ്ട്രേഷൻ അമെൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നിലവിൽ പറയുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏത് വർഷമാണ്? ഏതാണ്? 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും പ്രകാരമാണ് എന്ത് ചെയ്യപ്പെട്ടുള്ളത്? രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത് എന്ന് കണക്കാക്കുന്നത്. ഓക്കെ, ദെൻ ഏത് വർഷമാണ് ഇത് ഫോം ചെയ്തത്? വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ വർഷം. ഏതാണ്? ക്രിഫ്കോ വാസ് ഫൗണ്ടഡ് ഇൻ ഏത് വർഷമാണ്? 17th April 1980. ഏതാണ്? 17th April 1980. 1980 ഏപ്രിൽ 17 ക്രിഫ്കോ എന്ത് ചെയ്തിട്ടുള്ളത്? ഫോം ചെയ്തിട്ടുള്ളത്. ഫൗണ്ട് ചെയ്ത വർഷം ഏതാണ്? ക്രിഫ്കോ വാസ് ഫൗണ്ടഡ് ഇൻ ദ ഇയർ 17th April 1980. 17th April 1980. ആ വർഷം കൊടുത്ത് 1980. ഓക്കെ, ദെൻ ഇവരുടെ ഹെഡ് ക്വാർട്ടർ, അത് പല രീതിയിലുള്ള ഒരു ഡിഫറൻസ് ഒപ്പീനിയനകത്തുണ്ട്. ചില ആൾക്കാർ പറയും നോയിഡയാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയും. ഓക്കെ, കാര്യം അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് നോയിഡ എന്ന് പറയുന്നത് ഇവരുടെ കോർപ്പറേറ്റ് ഓഫീസാണ്. ഓക്കെ, നമ്മൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ 2nd ഷെഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ലിസ്റ്റ് ഓഫ് നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റി കിട്ടും. അപ്പൊ ആ ലിസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇവരുടെ ഹെഡ് ക്വാർട്ടർ എന്ന് അറിയപ്പെടുന്ന എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അപ്പൊ നോയിഡ എവിടെയാണ്? നോയിഡ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഓഫീസാണ്. ഹെഡ് ക്വാർട്ടർ ഓഫ് ക്രിഫ്കോയും ഇഫ്കോയും എവിടെ തന്നെയാണ്? ന്യൂഡൽഹിയാണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. കോർപ്പറേറ്റ് ഓഫീസാണ് ഇവിടെ നോയിഡ. ഓക്കെ, നോക്കിക്കേ, ദെൻ എന്താണ് ഇവിടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്? ടു പ്രൊഡ്യൂസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഹൈ ക്വാളിറ്റി അഗ്രികൾച്ചറൽ ഇൻപുട്സ്, മെയിൻലി കെമിക്കൽ ഫെർട്ടിലൈസർ ത്രൂ കോപ്പറേറ്റീവ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏജൻസി. ഇവിടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതാണ്.
എന്താണ്? ടു പ്രൊഡ്യൂസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എന്താണ്? ഹൈ ക്വാളിറ്റി അഗ്രികൾച്ചറൽ ഇൻപുട്സ്, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേകിച്ച് വളങ്ങൾ, വളരെ ഗുണമേന്മയോടുകൂടിയുള്ള വളങ്ങൾ കൊടുക്കുക, ഉൽപ്പാദിപ്പിക്കുക. ദെൻ പ്രത്യേകിച്ച് കെമിക്കൽ ഫെർട്ടിലൈസർ, രാസവളങ്ങളാണ്. ഓക്കെ, ത്രൂ ഏത് വഴി? കോപ്പറേറ്റീവ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏജൻസി, അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഓക്കെ, ദെൻ ഇവരുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ക്രിഫ്കോ ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? ഏകദേശം 9478 കോപ്പറേറ്റീവ് സൊസൈറ്റി ഫ്രം ഓൾ ഓവർ ദ വേൾഡ്, ഓൾ ഓവർ ദ കൺട്രി. നമ്മുടെ രാജ്യത്താകമാനമുള്ള ഏകദേശം 9478 കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കോൺട്രിബ്യൂഷൻ ആണ് ഏത്? ക്രിഫ്കോയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ദെൻ പറയുന്നുണ്ട് സെക്കൻഡ് ലാർജസ്റ്റ് യൂറിയ മാനുഫാക്ചറിങ് അറ്റ് സിംഗിൾ ലൊക്കേഷൻ ഇന്ത്യ. സെക്കൻഡ് ലാർജസ്റ്റ് യൂറിയ മാനുഫാക്ചറിങ് ഇന്ത്യയിലെ ഒരു സിംഗിൾ ലൊക്കേഷനിൽ ഏറ്റവും അധികം യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ സെക്കൻഡ് ആർക്കാണ്? ക്രിഫ്കോ. ഫസ്റ്റ് ആർക്കാണ്? ഇഫ്കോയാണ്, അറിയാലോ. ഓക്കെ, ദെൻ ദ പ്രോഡക്റ്റ് ബാസ്കറ്റ് ഓഫ് ക്രിഫ്കോ. പ്രോഡക്റ്റ് ഏതൊക്കെയാണ് അതിനകത്തുള്ളത്? ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് ഏതൊക്കെയാ ഉള്ളത്? ഒന്ന് യൂറിയ, ദെൻ DAP, NPK, MOP, SSP, സിങ്ക് സൾഫേറ്റ്, ബയോ ഫെർട്ടിലൈസർ, സർട്ടിഫൈഡ് സീഡ്, കോമ്പോസിറ്റ് ഹൈബ്രിഡ് സീഡ്, BT കോട്ടൺ എക്സെട്ര. ഇതൊക്കെ ഇവരുടെ ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ ഉൽപ്പന്നങ്ങളെ കുറിച്ച് അത്രയും പറയിടാവേണ്ട കാര്യമൊന്നുമില്ല. ഇവരുടെ മെയിൻ ഉൽപാദനം ഏത് മേഖലയിലാണ്? യൂറിയ ഉൽപാദനമാണെന്ന് ഓർത്തു വെച്ചാൽ മതി. അല്ലാതെ ഈ പറഞ്ഞ പോലെ DAP, NPK, MOP, SSP, സിങ്ക് സൾഫേറ്റ്, ബയോ ഫെർട്ടിലൈസർ, സർട്ടിഫൈഡ് സീഡ്, കോമ്പോസിറ്റ് ഹൈബ്രിഡ് സീഡ്, ഇതിനെ കുറിച്ചൊന്നും നമ്മൾ അധികം പറയിടാവേണ്ട കാര്യമില്ല. ഇതൊക്കെ എന്താണ്? ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ പ്രോഡക്റ്റ് കാറ്റഗറിയാണ്. ഇനി ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് ഇവർ വിപണനം ചെയ്യുന്നത്? ക്രിഫ്കോ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് ഇവർ വിപണനം ചെയ്യുന്നത്? പറയുന്നുണ്ട് ക്രിഫ്കോ ഡിസ്ട്രിബ്യൂട്ട് ദീസ് പ്രോഡക്ട്സ് ത്രൂ ഇറ്റ്സ് ചാനൽ പാർട്ട്നേഴ്സ് ബോത്ത് ഇൻ കോപ്പറേറ്റീവ് ആൻഡ് പ്രൈവറ്റ് റീറ്റെയിൽ. പ്രത്യേകിച്ച് നമുക്കറിയാം മാർക്കറ്റ് ഫെഡ് പോലെയുള്ള സ്ഥാപനങ്ങൾ ക്രിഫ്കോയുടെ കയ്യിൽ നിന്നും ഇഫ്കോയുടെ കയ്യിൽ നിന്നൊക്കെ ഉൽപ്പന്നങ്ങൾ സമാഹരിക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട് അവരെ. അപ്പൊ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളും അതേപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളുമാണ് ഇവരുടെ കയ്യിൽ എന്ത് മേടിക്കുന്നത്? ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പ്രോഡക്റ്റ് വാങ്ങുന്നത്. കെമിക്കൽ ഫെർട്ടിലൈസർ, അതേപോലെ തന്നെ ബയോ ഫെർട്ടിലൈസർ, സീഡൊക്കെ ഉണ്ട്, വിത്തുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങുന്നത് ആരാണ്? കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളും അതേപോലെ പ്രൈവറ്റ് റീറ്റെയിൽ സ്ഥാപനങ്ങളുമാണ്. പറയുന്നുണ്ട് ഇറ്റ് ഓൾസോ സപ്ലൈസ് പ്രോഡക്ട്സ് ത്രൂ ആൻഡ് ഇറ്റ്സ് ഓൺ ഔട്ട്ലെറ്റ് കോമൺലി നോൺ ആസ് കൃഷക് ഭാരതി സേവാ കേന്ദ്ര. അതോർത്ത് വെച്ചേക്കണം, കൃഷക് ഭാരതി സേവാ കേന്ദ്ര, KBSK. അപ്പൊ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഇവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ വേണ്ടിയിട്ട് ഇവരുടേതായിട്ടുള്ള ഔട്ട്ലെറ്റ് ഉണ്ട്. ഔട്ട്ലെറ്റിന്റെ പേരെന്താണ്? കൃഷക് ഭാരതി സേവാ കേന്ദ്ര. അതായത് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഔട്ട്ലെറ്റ്. അതുവഴിയും ഇവരുടെ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ വിപണനം ചെയ്യുന്നുണ്ട്. അപ്പൊ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ വാങ്ങുന്നുണ്ട്, പ്രൈവറ്റ് ഔട്ട്ലെറ്റ് വാങ്ങുന്നുണ്ട്, ദെൻ അത് കൂടാതെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വാങ്ങുന്നുണ്ട്, അതുകൂടാതെ ഇവരുടെ ഓൺ ഔട്ട്ലെറ്റ് ഇവരുടെ സ്വന്തം ഔട്ട്ലെറ്റ് വഴിയും ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നുണ്ട്. ഇവരുടെ ഓൺ ഔട്ട്ലെറ്റിന്റെ പേരെന്താണ്? കൃഷക് ഭാരതി സേവാ കേന്ദ്ര, KBSK, കൃഷക് ഭാരതി സേവാ കേന്ദ്ര. അതുവഴിയും ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ വിപണനം ചെയ്യുന്നുണ്ട്. ഓക്കെ, the group is also working actively to expand in the areas of generation of renewable energy through its company ക്രിഫ്കോ ഗ്രീൻ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്. മറ്റൊരു സ്ഥാപനമാണ്, മറ്റൊരു വെഞ്ചർ ആണ്. ആരുടെ? ക്രിഫ്കോ. എന്താണ് അതിന്റെ പേര്? ക്രിഫ്കോ ഗ്രീൻ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്. ക്രിഫ്കോ ഗ്രീൻ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്. എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? എന്താണ്? ജനറേഷൻ ഓഫ് റിന്യൂവബിൾ എനർജി ആണ്. ജനറേഷൻ ഓഫ് റിന്യൂവബിൾ എനർജി. അതിന് വേണ്ടിയിട്ട് ക്രിഫ്കോയുടെ സംരംഭം ഏതാണ്? ക്രിഫ്കോ ഗ്രീൻ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, ഇനി നമ്മൾ ഇവരുടെ പ്രധാനപ്പെട്ട സബ്സിഡിയറീസ് എന്ന് പറയുവാണ്. ഇവരുടെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട സബ്സിഡിയറി ഓർഗനൈസേഷൻസ്. ഓക്കെ, ക്രിഫ്കോസ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ലൊക്കേറ്റഡ് അറ്റ് എവിടെയാണ്? പ്രധാനമായിട്ട് എവിടെയാണ്? ഹാസിറ, ഗുജറാത്ത്. നമ്മൾ ഇഫ്കോയിലും പഠിച്ചതാണ്, ഹാസിറ, ഗുജറാത്ത്. ആൻഡ് ഇറ്റ്സ് ഹോളി ഓൺഡ് സബ്സിഡിയറി ക്രിഫ്കോ ഫെർട്ടിലൈസർ പ്രൈവറ്റ് ലിമിറ്റഡ്, KFL എന്ന് പറയും.
ഒരു സബ്സിഡിയറി ആണ്. ക്രിഫ്കോ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് KFL സബ്സിഡിയറി ആണ് ഏത്? ക്രിഫ്കോ പ്രൊഡക്ഷൻ ഫെസിലിറ്റി എവിടെയാണ്? ഹാസിറ ഗുജറാത്ത്. അതോർത്ത് ഹാസിറ ഗുജറാത്ത് ഇഫ്കോയിൽ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അടുത്തത് KFL എന്താന്ന് പറയുന്നുണ്ട്? KFL owns a gas based fertilizer complex is located at എവിടെയാണ്? ഷാജഹാനപൂർ ഉത്തർപ്രദേശ്. UP-യില് KFL-നെ എന്താ KFL എന്ന് പറയുന്നത്? കൃഷക് ക്രിഫ്കോ ഫെർട്ടിലൈസർ ലിമിറ്റഡ് ആണ്. KFL ക്രിഫ്കോ ഫെർട്ടിലൈസർ ലിമിറ്റഡിന്റെ കീഴിൽ എന്തുകൂടെയുണ്ട്? ഒരു ഗ്യാസ് ബേസ്ഡ് ഫെർട്ടിലൈസർ കോംപ്ലക്സ് ഉണ്ട്. എവിടെയാണ്? ഷാജഹാൻപൂർ ഉത്തർപ്രദേശ്. ഷാജഹാൻപൂർ ഉത്തർപ്രദേശിൽ എന്തുണ്ട്? ഗ്യാസ് ബേസ്ഡ് ഫെർട്ടിലൈസർ കോംപ്ലക്സ് ഉണ്ട്. ആർക്ക്? ക്രിഫ്കോയ്ക്ക്. ആരുടെ കീഴിലാണ്? KFL കീഴിലാണ്. എന്താ KFL എന്താണ്? ക്രിഫ്കോ ഫെർട്ടിലൈസർ ലിമിറ്റഡ് KFL. ഓക്കെ, ദെൻ പറയുന്നുണ്ട് ഇൻ ഓർഡർ ടു ആഡ് ടു ഇറ്റ്സ് കണക്ട് വിത്ത് ഫാർമർ, കൃഷിക്കാരുമായിട്ട് അവരുടെ എന്താ പറയുക ഒരു ഇന്ററാക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ക്രിഫ്കോ ഹാസ് സെറ്റപ്പ് എ ഹോളി ഓൺഡ് കമ്പനി. എന്താണ് അതിന്റെ പേര്? ക്രിഫ്കോ അഗ്രി ബിസിനസ് ലിമിറ്റഡ്. എന്താണ്? ക്രിഫ്കോ അഗ്രി ബിസിനസ് ലിമിറ്റഡ്. എന്താണ്? KABL. എന്താണ് KABL? ക്രിഫ്കോ അഗ്രി ബിസിനസ് ലിമിറ്റഡ്. എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? ടു എക്സ്പോർട്ട് അഗ്രി പ്രോഡക്ട്സ് ടു ദ വേൾഡ്. ലോകത്തിലേക്ക് നമ്മുടെ ഇന്ത്യയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക? കയറ്റി അയക്കുന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു സംരംഭമാണ് ഇത് ക്രിഫ്കോ അഗ്രി ബിസിനസ് ലിമിറ്റഡ് അല്ലെങ്കിൽ KABL. ഓക്കെ, ദെൻ അടുത്ത ജോയിന്റ് വെഞ്ചേഴ്സ് പറയുന്നുണ്ട്. ഒമിഫ്കോ ഏതാണ്? ഒമാൻ ഇന്ത്യ ഫെർട്ടിലൈസർ കമ്പനി. ഒമിഫ്കോ എന്ന് പറയും. ഒമാൻ ഇന്ത്യ ഫെർട്ടിലൈസർ കമ്പനി. ഓർത്തു വെച്ചാണ് ഒമിഫ്കോ. ഒമാൻ ഇന്ത്യ ഫെർട്ടിലൈസർ കമ്പനി എന്താണ്? ഇറ്റ്സ് എ ജോയിന്റ് വെഞ്ചർ ഓഫ് ക്രിഫ്കോ ഉണ്ട്, ഇഫ്കോ ഉണ്ട്, ദെൻ ഒമാൻ ബേസ്ഡ് കമ്പനി ആയിട്ടുള്ള സുർ. ഓക്കെ, അതിന്റെ ഫെസിലിറ്റി എവിടെയാണ്? സുർ ഇൻ ഒമാൻ. ഒമാനിലെ സുറിലാണ് ഇതിന്റെ ലൊക്കേഷൻ. അപ്പൊ അതിന്റെ പേരെന്താണ്? ഒമിഫ്കോ എന്നാണ്. ഒമാൻ ഇന്ത്യ ഫെർട്ടിലൈസർ കമ്പനിയും ഏതൊക്കെയാണ്? ഒമാൻ ഇന്ത്യ ഫെർട്ടിലൈസർ കമ്പനിയും അതേപോലെ തന്നെ ഇഫ്കോയും ദെൻ ക്രിഫ്കോയും തമ്മിലുള്ള ഒരു സംയുക്ത സംരംഭമാണ് ഏത്? ഒമിഫ്കോ. എവിടെയാണ്? ദാറ്റ് ഫെസിലിറ്റി ഇൻ സുർ, ഒമാൻ. ഒമാനിലാണ് ഇതിന്റെ ലൊക്കേഷൻ. ഓക്കെ, അപ്പൊ ഒമിഫ്കോ ഓർത്ത് വെച്ചേക്കണം, ജോയിന്റ് വെഞ്ചർ ആണ്. ദെൻ അടുത്തത് ക്രിഫ്കോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ക്രിഫ്കോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അല്ലെങ്കിൽ ക്രിഫ്കോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എവിടെയാണ്? വാസ് ഇൻകോർപ്പറേറ്റഡ് ഏത് വർഷമാണ്? ഏപ്രിൽ 16, 2009. ഏപ്രിൽ 16, 2009 ബൈ ആരംഭിച്ചത്? ക്രിഫ്കോ. എന്താണ് സ്ഥാപനത്തിന്റെ പേര്? ക്രിഫ്കോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ക്രിഫ്കോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ഓക്കെ, ദെൻ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് എന്താണ്? 10th December 2009. 10th December 2009 ക്രിഫ്കോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ പ്രവർത്തനം ആരംഭിച്ചു. എവിടെ? ഹാസിറ, ഗുജറാത്തിലെ ഹാസിറ ടെർമിനലാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. ഗുജറാത്തിലെ ഹാസിറ. എന്താണ് അതിന്റെ പേര്? ക്രിഫ്കോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് 2009. ഓർത്തു വെച്ചേക്കണം. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം? പറയുന്നുണ്ട് മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് ടോട്ടൽ ലോജിസ്റ്റിക്സ് ഓൺ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് കാർഗോ. അപ്പൊ ഇതെന്തിനാ വേണ്ടിയിട്ടാ? ലോജിസ്റ്റിക്സിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക? ബിസിനസ് ഓഫ് ലോജിസ്റ്റിക്സ് ഓൺ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ. വിവിധങ്ങളായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മോഡൽസ് ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ആസ് വെൽ ആസ് ഡൊമസ്റ്റിക് കാർഗോ എന്നാ പറയുന്നത്. അതായത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ലോജിസ്റ്റിക് ബിസിനസ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ ക്രിഫ്കോ എൻട്രി ചെയ്തിട്ടുണ്ട്. അവരുടെ പുതിയ സംരംഭത്തിലൂടെ 2009 അത് ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ലാഭത്തിനല്ലാതെ അല്ലെങ്കിൽ എന്താ പറയുക സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങൾ കൂടെ ക്രിഫ്കോയുടെ കീഴിലുണ്ട്. അതിലൊന്ന് ഏതാണ്? ഗ്രാമീൺ വികാസ് ട്രസ്റ്റ്. ഇതൊക്കെ ഓർത്ത് വെച്ചേക്കണം. ഗ്രാമീൺ വികാസ് ട്രസ്റ്റ്. ഗ്രാമീൺ വികാസ് ട്രസ്റ്റ്. ഓക്കെ, ഇറ്റ്സ് എ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഏത് വർഷമാണ്?
1999. ആരാണ്? ക്രിഫ്കോ. ക്രിഫ്കോ ആരംഭിച്ച ഒരു ഓർഗനൈസേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ട്? സസ്റ്റൈനബിൾ ഇംപ്രൂവ്മെന്റ് ഇൻ ലിവ്ലിഹുഡ് ഓഫ് പുവർ ആൻഡ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. അതായത് വളരെ പാവപ്പെട്ട ആൾക്കാരുടെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അവർക്കൊരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ക്രിഫ്കോയുടെ കീഴിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇത് ഗ്രാമീൺ വികാസ് ട്രസ്റ്റ്. എന്താണ് അതിന്റെ പേര്? ഗ്രാമീൺ വികാസ് ട്രസ്റ്റ്. ആരുടെ കീഴിലാണ്? ക്രിഫ്കോയുടെ കീഴിലാണ്. ഓക്കെ, ഈ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏത് ആക്ടും പ്രകാരമാണ്? ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട്. ആ വർഷം കൂടി ഓർത്തു വെച്ചേക്കണം. 1882. 1882 ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടും പ്രകാരമാണ് ഈ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്തിട്ടുള്ളത്? രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് വർഷം ഏതാണ്? 1882. ഓക്കെ, അതിന്റെ സെക്ഷൻ ഏതാണ്? 12 കേട്ടോ. ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടിന്റെ സെക്ഷൻ 12 ആൻഡ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. അപ്പൊ ഈ നിയമപ്രകാരമാണ് ഏത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? ക്രിഫ്കോ യുടെ കീഴിലുള്ള ഗ്രാമീൺ വികാസ് ട്രസ്റ്റ്. ഏതാ വർഷം? 1999. ഓർത്തു വെച്ചേക്കണം. ദെൻ അടുത്തത് ഫാർമേഴ്സ് സർവീസിന് വേണ്ടിയിട്ട് കൃഷക് ഭാരതി സേവാ കേന്ദ്ര. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. കൃഷക് ഭാരതി സേവാ കേന്ദ്ര. ഫാർമേഴ്സിന്റെ സർവീസിന് വേണ്ടിയിട്ട് കൃഷക് ഭാരതി സേവാ കേന്ദ്ര, KSBK എന്ന് പറയും. കൃഷക് ഭാരതി, KBSK, കൃഷക് ഭാരതി സേവാ കേന്ദ്ര. ഓക്കെ, ഏത് വർഷമാണ്? 1984 മുതൽ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആയിട്ട് കൃഷക് ഭാരതി സേവാ കേന്ദ്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ചാനൽ ബേസ്ഡ് ഓൺ അഗ്രോ സർവീസ് സെന്റർ കൺസെപ്റ്റ് വിത്ത് ട്വിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ്. 2 ലക്ഷ്യമാണ് ഇതിനകത്തുള്ളത്. ഒന്ന് ഏതൊക്കെയാണ്? ഒന്ന് സെയിലും മറ്റേത് സർവീസും. ഓക്കെ, എന്താണ്? സെയിൽസും സർവീസും എന്ന് പറയുന്ന ട്വിൻ ഒബ്ജക്റ്റീവോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഏത്? കൃഷക് ഭാരതി സേവാ കേന്ദ്ര. ഏത് വർഷം മുതൽ? 1984 മുതൽ. ദെൻ അത്തരത്തിലുള്ള ഏകദേശം 62ഓളം കൃഷക് ഭാരതി സേവാ കേന്ദ്ര 5 സംസ്ഥാനങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഉള്ളത്? ഒന്ന് UP, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ഇങ്ങനെയുള്ള 5 സംസ്ഥാനങ്ങളിലായിട്ട് ഏകദേശം 62ഓളം കൃഷക് ഭാരതി സേവാ കേന്ദ്രം 1984 മുതൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്താണിത്? ഇതൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആണ്. എന്താണിത്? റീറ്റെയിൽ ഔട്ട്ലെറ്റ്. ദെൻ മറ്റൊരു ഫാർമേഴ്സിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു സ്ഥാപനമാണ് ക്രിഫ്കോ കൃഷി പരാമർശ് കേന്ദ്ര. എന്താണ്? ക്രിഫ്കോ കൃഷി പരാമർശ് കേന്ദ്ര. ഏത് വർഷം? 2005 മുതൽ. 2005. എവിടെയാണ് ആരംഭിച്ചത്? നോയിഡയിലാണ് ആരംഭിച്ചത്. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊവൈഡ് ഫ്രീ കൺസൾട്ടൻസി ഓൺ ഫാം റിലേറ്റഡ് ഇഷ്യൂസ് ത്രൂ കിസാൻ ഹെൽപ്പ് ലൈൻ. ഇറ്റ് വാസ് സെറ്റ് അപ്പ് ടു സോൾവ് അഗ്രികൾച്ചർ റിലേറ്റഡ് പ്രോബ്ലംസ്. അതായത് കൃഷിക്കാരുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. ദെൻ അതേപോലെ തന്നെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസൾട്ടൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2005 നോയിഡയിൽ ആരംഭിച്ച സ്ഥാപനമാണ് ഏത്? ക്രിഫ്കോ കൃഷി പരാമർശ് കേന്ദ്ര, KKPK. ക്രിഫ്കോ കൃഷി പരാമർശ് കേന്ദ്ര. ഏത് വർഷം? 2005. എവിടെയാണ്? നോയിഡയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇത് കൂടാതെ സീഡ് ടെസ്റ്റിംഗിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനമുണ്ട്. സീഡ് ടെസ്റ്റിംഗ് പറയുന്നുണ്ട്. ക്രിഫ്കോ എസ്റ്റാബ്ലിഷ്ഡ് സീഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി എന്നാണ്? ജൂലൈ 2013. എവിടെയാണ്? അറ്റ് ക്രിഫ്കോ ഭവൻ, നോയിഡയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇറ്റ് എൻഷുർ ക്വാളിറ്റി സീഡ് ടു ഫാർമേഴ്സ് ഓഫ് ദ കൺട്രി. ഇതിനെന്തുണ്ട്? ഇറ്റ് ഹാസ് 12 സീഡ് പ്രോസസിംഗ് യൂണിറ്റ്സ് ഇൻ 8 സ്റ്റേറ്റുകളിലായിട്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണ്? ക്വാളിറ്റി സീഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഗുണമേന്മയുള്ള വിത്ത് ആർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്? ഫാർമേഴ്സിന്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സീഡ് ടെസ്റ്റിംഗ് യൂണിറ്റ് ഉണ്ട്. എന്നാണ് ആരംഭിച്ചത്? ജൂലൈ 2013. എവിടെയാണ് ആരംഭിച്ചത്? നോയിഡയിലാണ് ആരംഭിച്ചത്. ദെൻ മറ്റത്, അപ്പൊ ഇത് കൂടാതെ സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറി ഉണ്ട് ഇവരുടെ കീഴിൽ. സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറി. അപ്പം സീഡ് ടെസ്റ്റിംഗ് മാത്രമല്ല, മണ്ണിന്റെ ഗുണമേന്മ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ആർക്ക് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്? ക്രിഫ്കോയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഓഫ് ക്രിഫ്കോ എവിടെയൊക്കെയാണ്? ഒന്ന് ഓർത്തു വെച്ചേക്കണം. എവിടെയൊക്കെയാണ്? ഒന്ന് ഹാസിറ, ഇമ്പോർട്ടന്റ് ആണ്, ഗുജറാത്തിലെ ഹാസിറ. 2 ലഞ്ചാരത്നാഗിരി, എവിടെയാണ്? മഹാരാഷ്ട്ര, ലഞ്ചാരത്നാഗിരി, മഹാരാഷ്ട്ര. ദെൻ വാരണാസി, ഉത്തർപ്രദേശിലുണ്ട്. ഓക്കെ, ഇത് കൂടാതെ നമ്മൾ നേരത്തെ പഠിച്ചു ക്രിഫ്കോ ഷാജനാപൂർ പ്ലാന്റ് ഈസ് ദ ലേറ്റസ്റ്റ് greenfield urea plant in India. Krifco Shahjahanpur plant is the latest greenfield urea plant in India. Greenfield urea plant എവിടെയാണ്? ഷാജനാപൂർ പ്ലാന്റ് ആണ്. ക്രിഫ്കോയുടെ ഷാജനാപൂർ പ്ലാന്റ് നമ്മൾ ഓൾറെഡി തുടക്കത്തിൽ പഠിച്ചു. ഓക്കെ, ദെൻ പവർ പ്ലാന്റ് ഓഫ് ക്രിഫ്കോ എവിടെയാണ്? ജുൻജുനു എവിടെയാണ്? രാജസ്ഥാൻ. The power plant of Krifco is at Junjunu, രാജസ്ഥാൻ. അതും ഓർത്തു വെച്ചേക്കണം കേട്ടോ. ജുൻജുനു, രാജസ്ഥാൻ. ഏതാണ്? പവർ പ്ലാന്റ് ഓഫ് ക്രിഫ്കോ. ദെൻ ഇവരുടെ പബ്ലിക്കേഷൻ ഓർത്തു വെച്ചേക്കണം. പബ്ലിക്കേഷൻ ഏതൊക്കെയാണ്? കൃഷക് സാരഥി മന്ത്ലി ന്യൂസ് ലെറ്റർ ആണ്. കൃഷക് സാരഥി മന്ത്ലി ന്യൂസ് ലെറ്റർ. പ്രസന്റ് ചെയർമാൻ ആരാണ്? ഡോക്ടർ ചന്ദ്രപാൽ സിംഗ് ആണ് പ്രസന്റ് ചെയർമാൻ. പ്രസന്റ് MD രാജൻ ചൗധരി. രണ്ടും ഓർത്തു വെച്ചേക്കണം. പ്രസന്റ് ചെയർമാൻ ഡോക്ടർ ചന്ദ്രപാൽ സിംഗ്, പ്രസന്റ് MD രാജൻ ചൗധരി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഏതിനെ കുറിച്ച് പറയാനുള്ളത്? ക്രിഫ്കോയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇത്രയും വിശദമായിട്ടൊന്നും നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ക്രിഫ്കോ എന്താണ്? യൂറിയ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാപനമാണ്. ഇതൊരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഇഫ്കോ പോലെ തന്നെ ഫെർട്ടിലൈസർ ഉൽപാദനമാണ് ഇവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട മേഖല. പിന്നെ ഓർത്തു വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഇഫ്കോ ഏത് വർഷമാണ്? 1980, 17 ഏപ്രിൽ 1980. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചേക്കണം. ഏപ്രിൽ 17, 1980. ഞാൻ പറഞ്ഞ ഹെഡ് ക്വാർട്ടർ ഓർത്തു വെച്ചേക്കണം. ന്യൂഡൽഹിയാണ് ഹെഡ് ക്വാർട്ടർ. കോർപ്പറേറ്റ് ഓഫീസ് എവിടെയാണ്? നോയിഡയാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമ്മള് ക്രിഫ്കോയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ചന്ദ്രപാൽ സിംഗ്, MD രാജൻ ചൗധരിയാണ് MD. ദെൻ അതേപോലെ ഒമിഫ്കോ, ഒമാൻ ഇന്ത്യ ഫെർട്ടിലൈസർ കമ്പനി, ആരൊക്കെ തമ്മിലുള്ളതാണ്? ഇഫ്കോയും ക്രിഫ്കോയും ദെൻ ഒമാൻ ഇന്ത്യ ഫെർട്ടിലൈസർ കമ്പനിയും തമ്മിലുള്ള സംയുക്ത സംരംഭമാണ് ഇത് ഒമിഫ്കോ. ദെൻ അടുത്തത് ഗ്രാമീൺ വികാസ് ട്രസ്റ്റ്. ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാമീൺ വികാസ് ട്രസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? 1999 ആരംഭിച്ചു ക്രിഫ്കോയുടെ കീഴില്. എന്തിനു വേണ്ടിയിട്ട്? സസ്റ്റൈനബിൾ ഇംപ്രൂവ്മെന്റ് ഇൻ ദ ലൈവ്ലിഹുഡ് ഓഫ് ദ പുവർ. അതിനു വേണ്ടിയിട്ട് സ്ഥാപിച്ച ഒരു ട്രസ്റ്റ് ആണ് ഇത് ഗ്രാമീൺ വികാസ് ട്രസ്റ്റ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഓർത്തു വെക്കേണ്ട പോയിന്റ്. ദെൻ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഓർത്തു വെച്ചേക്കണം. ഹാസിറ, ലഞ്ചാരത്നാഗിരി, വാരണാസി. ഓക്കെ, ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ്. ദെൻ പവർ പ്ലാന്റ് എവിടെയാണ്? ജുൻജുനു, രാജസ്ഥാൻ പവർ പ്ലാന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കണം. ഏതുമായിട്ട് ബന്ധപ്പെട്ട്? ക്രിഫ്കോയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇഫ്കോ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ഏരിയ ആണ് ഏത്? ക്രിഫ്കോയും. ഓക്കെ, അപ്പൊ ക്ലാസ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. അതിലിടക്ക് കുറച്ച് അവരുടെ സബ്സിഡിയറി ഓർഗനൈസേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പോയിന്റുകൾ നോട്ട് ചെയ്യുക. സംശയമോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.